ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗീ കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു നെയ്യുടെ മണമാണ് നമുക്ക് അടിക്കുന്നത്. നമുക്ക് ബേക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ബേക്കറി സ്റ്റൈലിൽ തന്നെ നമുക്ക് ഗീ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ വഴിയെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗീ കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ശുദ്ധമായിട്ടുള്ള നെയ്യും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി എടുത്ത് വേണം ഇത് നമ്മൾ ഗീ കേക്ക് ചെയ്യാനായിട്ട്. അപ്പം വളരെ പെർഫെക്റ്റോടുകൂടി ഒരു വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗീ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്നും ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നും നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാമേ. ഇതിനായിട്ട് 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട, പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ വേണ്ട, പിന്നെ തരിയുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അത് 1 കപ്പ്, പിന്നെ 1/2 കപ്പ് പാല്, 1/2 കപ്പ് തന്നെ നെയ്യ്, പിന്നെ വാനില എസൻസ്, ഇത്രയാണ് ആവശ്യം. ഇനി നമുക്കൊന്ന് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനേക്കായി ഞാനൊരു സീവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി 2 പ്രാവശ്യം അരിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ ആ ട്രേ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തൊന്ന് നമുക്കൊന്ന് ചൂടാക്കാൻ വെച്ച് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊന്ന് ബൗളൊന്ന് വെച്ച് നോക്കണം സെറ്റായിരിക്കുമെന്ന്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചൂടായി വരട്ടെ. അതിനിടയ്ക്ക് നമുക്കൊന്ന് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊന്ന് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം ഇതിലിപ്പം ഒരു തരി ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രാനുൾസ് ആയിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് ബീറ്ററൊന്നും വേണ്ട, ഈ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പം ഈ പഞ്ചസാര ഗ്രാനുൾസ് ചേർത്താലേ നമുക്ക് കുറേ നേരം ഇതിങ്ങനെയാണ് അലിയിച്ചെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ബീറ്ററിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സറിലിട്ട് ഇങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഗീ കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫ്ലഫി ആയിട്ടുള്ള രീതിയല്ല വരുന്നത്. അതൊരു ഇങ്ങനെ മുറിഞ്ഞ് വരുന്ന ഒരു പോളയുടെ ഒരു ടെക്സ്റ്റ് പോലെയൊക്കെയാണ് അത് ഇരിക്കാറ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാം ഒന്നും ഇങ്ങനെ ഈ വിസ്കിൽ നമുക്ക് അലിഞ്ഞ് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ അങ്ങനെ തന്നെ കാണിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം നമുക്കിങ്ങനെ ഇതിനെ ഒന്ന് അലിയിച്ചെടുത്താൽ മതി. അപ്പം ചെറിയ ഗ്രാനുൾസൊക്കെ കാണും, കുഴപ്പമില്ല. ഏകദേശം ഒരു അര ഭാഗത്തോളം നമുക്കിതിങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ ചൂടാക്കാൻ വെച്ച വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ നമ്മൾ ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ആ ബൗൾ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ചിട്ട് ഇനി തീ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ വെച്ചാണ് ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് അലിയിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗ്രാനുൾസ് തന്നെ അടിയിലുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ചൂട് തട്ടിയിട്ട് ഇത് കുറേശ്ശെ ഇങ്ങനെ മെൽറ്റായി അലിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ കൈ ഇളക്കാതെ തന്നെ പതിയെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഈ ചൂടുവെള്ളം ഇതിൻ്റെ മേളിൽ ഡയറക്റ്റായിട്ട് തട്ടൊന്നും ചെയ്യരുത്, അതിൻ്റെ സ്റ്റീം മാത്രം കൊണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്ന് അലിയിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സമാധാനത്തിന് ചെയ്താൽ മതി. ഈ ഒരു കാര്യം മാത്രമേ ഇതിൽ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ഒരു കാര്യമുള്ളതല്ല കേട്ടോ. സാധാരണ നമുക്ക് കേക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗം മാത്രമാണ് ഈ പഞ്ചസാര അലിക്കുന്നതാണ് നമുക്കൊരു ഇത്. പിന്നെ നിങ്ങൾ വിചാരിക്കും പഞ്ചസാര പൊടി ചേർക്കാമോ എന്ന്. പക്ഷെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് മിക്സിംഗ് ഒന്നും കറക്റ്റാണ്, നമുക്ക് ഇത്രയും നേരം മിക്സ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ പഞ്ചസാര പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു മിക്സിംഗ് ഒന്നും കറക്റ്റായി വരില്ല. അപ്പോൾ ഒരു 5 മിനിറ്റത്തോളം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യേണ്ടിയുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരപ്പൊടി ഒരിക്കലും എടുക്കരുത്. നമുക്ക് എളുപ്പം വിചാരിച്ചിട്ട് പഞ്ചസാരപ്പൊടിയൊന്നും എടുക്കരുത്. എങ്കിൽ നമ്മൾ ആ ബേക്കറി സ്റ്റൈലിലുള്ള നമുക്ക് ആ ഗീ കേക്ക് ഒന്നും കിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ പതിയെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ ഏകദേശം ഒന്ന് അലിഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇനി അടുത്ത് വേണ്ടത് ഈ 1/2 കപ്പ് പാലും 1/2 കപ്പ് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റൗ ടോപ്പിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിലോട്ടൊന്ന് മാറ്റിയത്. അതൊന്ന് മെൽറ്റായി വന്നാൽ മതി. അതായത് നമ്മുടെ നെയ്യും ഇതുമായിട്ട് ഒന്ന് മിക്സായി വന്നാൽ മതി. ഒരു തിള വരുന്നത് അത്രയും വരെ നമുക്കൊന്ന് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നെയ്യ് ഇങ്ങനെയാണ് നമ്മൾ ഉരുക്കേണ്ടത്, അല്ലാതെ ഡയറക്റ്റായിട്ട് ഉരുക്കിയിട്ടൊന്നും ഇങ്ങനെ ചെയ്യരുത്. ഉരുക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ ഒരു ഓയിലിൻ്റെ ഒരു ടെക്സ്ചറിലോട്ട് പോയി ഈ രീതിയിലാണ് പാലും ഇതും കൂടെ ചേർത്ത് ഒരുമിച്ചാണ് നമുക്കൊന്ന് മിക്സ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഓവൻ സെറ്റപ്പിലാണ് ഒന്ന് റെഡിയാക്കുന്നത്. ഇപ്പോൾ അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ.
മുട്ടയുടെ മിക്സിലേക്ക് ഞാനിപ്പോൾ മൈദപ്പൊടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കട്ടായി പോയിട്ടുണ്ട്. ഒന്ന് എല്ലാം കൂടെ ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടായ നെയ്യും പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു കേട്ടോ. അപ്പം അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, മറ്റേ മൈദ ചേർത്ത് അത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ നെയ്യും ഈ മൈദ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണക്കാണ്, നമ്മുടെ ഈ അളവൊക്കെ കറക്റ്റാണ്. ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ്, ഈ രീതിക്കാണ് നമ്മുടെ ഗീ കേക്ക് ചെയ്തെടുക്കേണ്ടത്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്രയാണ് നമുക്ക് ഇത്തിരി ഈ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഒന്ന് ആ പഞ്ചസാരയും മുട്ടയും കൂടെ ഒന്ന് അലിയിക്കുന്നത്, പിന്നെ നമ്മുടെ പാലും നെയ്യും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കണം. ഇത്രയും 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഗീ കേക്ക് റെഡിയാക്കാം. നമുക്ക് കറക്റ്റാണ്, കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. ഇനി വേറെ ഒന്നുമില്ല, നമുക്കിനി ഇതിനെ നമ്മൾ പാനിലോട്ടൊന്ന് മാറ്റാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഞാനിപ്പോൾ ഒന്ന് ട്രെയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, എന്നാലും ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഓവൻ സെറ്റപ്പിലോട്ട് വെച്ചൊന്ന് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഇതായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഒന്ന് തൊട്ട് നോക്കി, അപ്പോൾ നല്ല കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്ക്യൂറായിട്ടൊന്ന് കുത്തി നോക്കുകയാണ്, വേറെ മറ്റേ ഇതൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഗീയുടെ മണമാണ് അടിക്കുന്നത് കേട്ടോ. ഇത് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ വീട് മുഴുവനും നല്ലൊരു നെയ്യുടെ മണമാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ശുദ്ധമായിട്ടുള്ള നെയ്യോ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യോ അല്ലെങ്കിൽ മിൽമയുടെ നെയ്യ് തന്നെ എടുത്താൽ ഈ ഒരു മണം നമുക്ക് കറക്റ്റാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സൈഡൊന്ന് വെടി വെച്ചിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കാം കറക്റ്റായിട്ട് ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ പിന്നെ കൊട്ടിയപ്പോൾ തന്നെ ഇങ്ങ് വീഴുന്നുണ്ട്. കറക്റ്റ് ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ സൈഡൊന്ന് എടുത്തപ്പോൾ ഉള്ള ഒരു ഇതാണ്, ആ സൈഡ് കുഴപ്പമില്ല, ബാക്കിയൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇനി ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം, അപ്പോഴറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ കുറേ കാര്യങ്ങൾ കുറച്ച് നോക്കണം. ഒരിക്കലും നിങ്ങൾ പഞ്ചസാര പൊടി എടുക്കുകയും ചെയ്യരുത്. അതാണ് ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത്. കാരണം വെച്ചാൽ പഞ്ചസാര പൊടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് അലിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് നിന്ന് മിക്സ് ചെയ്യേണ്ട ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ കണ്ടല്ലോ, കറക്റ്റ് ഹോൾസൊക്കെ വീട്ട് കറക്റ്റായിട്ടാണ് നമ്മുടെ ആ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത്രയും ടേസ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. ഞാൻ ഈ സ്ക്വയർ പീസായിട്ടൊക്കെ ഒന്ന് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി, ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് പറഞ്ഞത്. ആ 1 കപ്പ് പഞ്ചസാര അങ്ങനെ തന്നെ എടുക്കണമെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. ഞാൻ ഇപ്പോൾ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതിനൊരു കറക്റ്റ് മധുരമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇത്രയും പഞ്ചസാര തന്നെ വേണം കേട്ടോ. അല്ലാതെ കുറയ്ക്കുകയും വേണ്ട, ഇതിൽ കൂട്ടുകയും വേണ്ട. കൂട്ടിയാൽ വേണ്ട, ഇത്ര തന്നെ, ഇത് കറക്റ്റാണ്. അപ്പം എന്നാലും മധുരം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എന്നാലും ഇത് ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സൈഡൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒന്ന് മുറിച്ചുവിടാൻ കാണിക്കാൻ കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പെർഫെക്റ്റായിട്ടാണ് കിട്ടിയത്. സൈഡും ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ്, ഇത് ഞാൻ പറഞ്ഞില്ല ഒരു 30 മിനിറ്റ് ആയില്ല, ഒരു 25 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തോളൂ. എന്നിട്ടും അതും ഓവൻ സെറ്റപ്പിലാണ് ചെയ്തത്. എന്നിട്ട് പോലും ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിന് വെളിയിൽ ചെന്ന് ഇനി വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് യാതൊരു കെമിക്കലും ഒന്നും ചേർക്കാതെ, കേക്ക് ജെല്ലോ ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഇത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ ഈ ഗീ കേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗീ എടുക്കുമ്പോഴത്തേക്കും ഒന്നും മിൽമയുടെ ഗീയൊക്കെ ഒന്ന് എടുക്കാൻ നോക്കിയാൽ കുറച്ചുകൂടെ കൊള്ളാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ ഗീ ആണെങ്കിലും കുഴപ്പം. ഞാനിപ്പോൾ എടുത്തത് മിൽമയുടെ ഗീ തന്നെയാണ് എടുത്തത്. അപ്പം അതിൻ്റെ ഒരു മണമാണ് ഈ ചുറ്റും ഒന്ന് ഉള്ളത്. എന്തായാലും പിന്നെ പാലിൻ്റെ അളവ് ഞാൻ 1/2 കപ്പാണ് പറഞ്ഞത്, അത് തന്നെ എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കേണ്ട. 1/4 കപ്പ് കഴിഞ്ഞാൽ കുറേ കൂടെ കട്ടിയായി പോവും. അപ്പോൾ 1/2 കപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മ വരുന്നില്ല, നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഗീ കേക്ക് അത് തന്നെയാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു എല്ലാ പീസും ഒരുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ സൈഡും മുരിഞ്ഞൊക്കെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് വെളിയിൽ നിന്നൊന്നും നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ട. ഇത്തിരി എല്ലാവരും വീട്ടിൽ ഗീയൊക്കെ കാണും, നെയ്യൊക്കെ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.